നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങൻ്റെ ദിവസമാണ്. കലയരങ്ങൻ്റെ ദിവസമായ ഇന്നും ഞാനൊരു പാചകത്തിൻ്റെ റെസിപ്പിയുമായി വന്നിരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ദോശയാണ്. സാധാരണ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും സബോളയൊക്കെ കൂടെ വേവിച്ച് ചിലപ്പോൾ ഗ്രീൻ പീസും ഒക്കെ ഇടും, ചിലപ്പോൾ വല്ല കാരറ്റും ഒക്കെ ഇടും. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് വെച്ച് ഇതാവോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് കേട്ടോ മസാല ദോശ. നമ്മൾ കൂട്ടമായിട്ട് കുടുംബം ഒന്നായിട്ട് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എന്താ വേണ്ടേ ഓരോരുത്തർക്കും ചോദിക്കണ സമയത്ത് പലരും പറയും ഒരു 60% പേർക്കും മസാല ദോശയാണ്. ഈ മസാല ദോശയ്ക്ക് അല്പം പ്രത്യേകതയുണ്ട്. എനിക്കിന്ന് രാവിലെ തന്നെ ഒരു 2 കിലോ കപ്പ കിട്ടി. നല്ല കപ്പയാണ്. ഞാനത് തൊണ്ട് പൊളിച്ച് അതിലത്തെ ഒരു കിഴങ്ങ്, വലിയൊരു കിഴങ്ങ്, ആ കിഴങ്ങ് എടുത്ത് വേവിച്ചു. ചെണ്ടമുറിയനായിട്ടുള്ള കഷ്ണമായിട്ട് വേവിച്ചു. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് കുത്തി പൊട്ടിച്ചു പൊടിയാക്കി നല്ലൊരു കൂട്ടായിട്ട് വെച്ചു. ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചേക്കണത് കേട്ടോ. ഈ ചെണ്ടമുറി കുറച്ച് ചെറിയ ചെണ്ടമുറിയനായിട്ടാണ് കേട്ടോ വേവിച്ച് അത് ഉരുക്കി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ്, പിന്നെ അത് കൂടാതെ കൊണ്ടൊരു സബോള, ഇത്രയും സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് എല്ലാം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കുഴച്ചു. അത് ഞാൻ കൈ കൊണ്ടാണ് ചെയ്തത് കേട്ടോ. ചട്ടുകം കൊണ്ടൊക്കെ മറിച്ചിട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇതിനോട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ കൊണ്ടൊന്ന് കുഴക്കണമെന്ന് തോന്നി. യോജിപ്പ് പോലെ ഞാൻ ഒട്ടും മടിച്ചില്ല, കൈ കൊണ്ട് അങ്ങോട്ട് ചേർത്ത് കുഴച്ച് അവിടെ വെച്ചു. അത് വേണമെന്നില്ല കേട്ടോ. എനിക്ക് തോന്നി ചട്ടുകം ഒന്ന് മാറ്റി എടുത്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യം കുത്തി ഉടയ്ക്കാനുള്ള ചട്ടുകം മാറ്റി വേറെ ചട്ടെടുത്താൽ മതി, പരന്നിട്ടില്ല. ആ ചട്ട് എന്തായാലും അങ്ങനെ എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ല, കട്ടി ദോശമാവ് ഉണ്ടായിരുന്നു. ആ കട്ടി ദോശമാവിൻ്റെ കൂടെ കുറച്ച് റവ അങ്ങോട്ട് ഒരു 2-3 സ്പൂൺ റവ അങ്ങോട്ട് പൊടിച്ചു. ആ പൊടിച്ചിട്ട് ആ പൊടിയിലേക്ക് ഈ മാവും കൂടി ചേർത്തിട്ട് നമ്മൾ ബോണ്ട ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മുക്കി ഉണ്ടാക്കണില്ലേ, ബജ്ജി അതൊക്കെ ഉണ്ടാക്കണം, ആ മാവ് പോലെ ഒരു മാവ് അങ്ങോട്ട് സെറ്റ് ചെയ്തു. എല്ലാത്തിലേക്ക് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഈ കൂട്ടി വെച്ചേക്കുള്ള കൂട്ട് കൈയൊന്ന് നനച്ച് അങ്ങോട്ട് ഉരുട്ടും. കഷ്ടിച്ച് ഒരു നെല്ലിക്ക വലിപ്പം, അതിൽ കൂടുതൽ ചെറിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് ഈ മാവിലൊന്ന് മൂക്കി എണ്ണയിൽ അങ്ങോട്ട് വറുത്തു കോരി. ഞാനൊരു 8-10 വറുത്തു കോരി കേട്ടോ. കോരി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനുണ്ടാക്കി ഈ മസാല മുഴുവൻ ബോണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ, കപ്പ ബോണ്ട എന്ന് പറഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ കാര്യം ആൾക്കാരൊക്കെ തിന്നും. പക്ഷെ 10-30-35 ബോണ്ടയ്ക്കുള്ള മസാലയുണ്ട്. അപ്പോൾ എനിക്ക് ഐഡിയ ഒന്ന് മാറി, ബോണ്ട തന്നെ ആക്കണ്ട, അതൊരു 10 അവിടെ നിൽക്കട്ടെ. ബാക്കി ഞാൻ എന്തു ചെയ്തു, ദോശയുടെ മാവ് ഇരിക്കട്ടല്ലോ, ആ ദോശയുടെ മാവ് അങ്ങോട്ട് എടുത്തിട്ട് വലിയൊരു ദോശക്കല്ലുണ്ട് എനിക്ക്. അതിൻ്റെ മുഴം വരുത്താൻ നിന്നില്ല, വലിയ ദോശയാകും. അപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 2-3 ബോണ്ടയും കൊടുക്കാം, ഒരു മസാല ദോശയും കൊടുക്കാം എന്ന് കരുതി ഞാനൊരു ദോശ നന്നായിട്ട് നൈസായിട്ട് ആദ്യം ഇത്തിരി വെള്ളം കൂടി ചേർത്ത് ഇഡലി മാവാർന്നു അങ്ങോട്ട് പരത്തി അതങ്ങോട്ട് ഇത്തിരി എണ്ണയൊക്കെ അങ്ങോട്ട് ഇതാക്കി അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇത്തിരി സ്വാദ് വരട്ടെ വെച്ചിട്ട് അച്ചാർ പൊടി ഉണ്ടല്ലോ അതിങ്ങനെ പൊടി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട്. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് ഇതങ്ങോട്ട് മുരിഞ്ഞ് അതിൽ ഈ മസാല എടുത്ത് ചേർത്ത് അങ്ങോട്ട് മടക്കി എടുത്തു പ്ലേറ്റിൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്നറിയാമോ, ഇവിടെ എൻ്റെ വീട്ടിൽ ഭവനത്തിൽ ഇന്ന് ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണിത് ഞാൻ കാണിക്കുന്നു. ഇതാ ഇതിൻ്റെ ഒരു വശത്ത് ഒരു മസാല ദോശ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതാ ഒരു തക്കാളി ചുമന്ന് മുറിച്ച് വെച്ചേക്കണതാ. പിന്നെ 3 ബോണ്ട, അതിൻ്റെ ഉള്ളിൽ കപ്പ മസാല, ഈ ദോശയ്ക്കകത്തുള്ള സെയിം മസാല, മാവ് അല്പം ദോശമാവും അല്പം റവയും കൂടി ചേർത്ത്. ഈ റവ ചേർക്കണം എന്താ വെച്ചാൽ ദോശമാവിന് ഒത്തിരി ഒരു ബലവും കൂടും, ഒന്നങ്ങോട്ട് മുരിഞ്ഞ് വരാനും എളുപ്പമുണ്ട്. ഇത് നല്ല മുരിഞ്ഞിട്ടുള്ള ഞാൻ തിന്നു നോക്കിയിട്ടോ. ഈ ബോണ്ട ഉണ്ടാക്കി വഴി തന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. വെളിച്ചെണ്ണ ഒരുപാട് അങ്ങോട്ട് ആവണ്ട എന്ന് വിചാരിച്ച് അതങ്ങോട്ട് കഴിയത്തക്ക വിധത്തിൽ അങ്ങനെ ഒരു 10-12 ബോണ്ട ഉണ്ടാക്കി. അപ്പോൾ ഒരാൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഞാൻ കൊടുക്കുന്നത് കപ്പ മസാല ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു മസാല ദോശ, അതോടുകൂടി കപ്പ മസാല ഉള്ളിലുള്ള ഒരു കപ്പ ബോണ്ട. അപ്പം ഇന്നത്തെ എൻ്റെ പാചകവിധി എന്താണ്? കപ്പ കൊണ്ടൊരു മസാല ദോശയും കപ്പ കൊണ്ട് തന്നെ 3 ബോണ്ടയും.
കപ്പ ബോണ്ടയും കപ്പ മസാല ദോശയും രണ്ടും കൂടി ചേർന്ന ഒരു പാചകവിധിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഉരുളക്കിഴങ്ങ് അല്ലാണ്ട് മറ്റു ഒരു മസാല, വേറെ ഒരു വെറൈറ്റി മസാല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണോ ഒന്നും കൂടി അറിയാലോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇനി കപ്പ കയ്യിൽ വരുമ്പോൾ കപ്പ മസാല ദോശ മാവുണ്ടെങ്കിൽ കപ്പ മസാല ദോശ അല്ലേ, അല്ലെങ്കിൽ കപ്പ ബോണ്ട ഉറപ്പ്. ഇത്തിരി അരിപ്പൊടിയും റവയും കൂടി ചേർത്താലും മാവ് സെറ്റ് ചെയ്യാം, മൈദയും റവയും കൂടി ചേർത്താലും മാവ് സെറ്റ് ചെയ്യാം. പിന്നെ ബോണ്ട ഉണ്ടാക്കാൻ എന്താ വിഷമം? ഒരു വിഷമമില്ല. എന്നാൽ ശരി, ഇന്നത്തെ എൻ്റെ പാചക വിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കപ്പ ബോണ്ട വിത്ത് കപ്പ മസാല ദോശ, അല്ലെങ്കിൽ കപ്പ മസാല ദോശ വിത്ത് കപ്പ ബോണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവരോടും ഈ പലഹാരം ഉണ്ടാക്കാൻ പറയണല്ലോ, നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും മറ്റ് അനീതിമാരും ചേച്ചിമാരും മറ്റു കുട്ടികളും ഒക്കെ ഓരോരോക്കിലൊക്കെ താമസിക്കണില്ലേ. എന്നോട് അങ്ങനെയാ, വലുമേ ഞാനുണ്ടാക്കിയിട്ടോ, ദേ പാവയ്ക്കാവിണ്ടാലു വലുമേ ഞാനുണ്ടാക്കിയിട്ടോ, സ്വമിയോ വട എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുട്ടികളൊക്കെ എന്നെ വിളിക്കും. എനിക്ക് എന്ത് സന്തോഷമെന്നറിയാമോ. എല്ലാവർക്കും നന്ദി.